DPR പോലും ഇല്ലാതിരുന്ന പദ്ധതി ആയിരുന്നില്ല കേരളയിൽ. കേരളം റെയിൽവേ മന്ത്രാലയത്തിന് DPR സമർപ്പിക്കുന്നത് 2020 ജൂൺ 24-ന്. 2022 ജനുവരിയിൽ അന്നത്തെ LDF സർക്കാർ DPR നിയമസഭയിൽ വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ദേശീയപാത വികസനം അടക്കം നടപ്പിലാക്കിയത് ഭൂമി ഏറ്റെടുത്തു തന്നെ. ആ പ്രതിഷേധങ്ങളെയൊക്കെയും അർഹമായ പുനരധിവാസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ കേരളത്തിന് സിൽവർ ലൈനിൽ പിഴച്ചതെവിടെയാണ്? തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും വയനാട് തുരങ്കപാതയും ഗെയിലുമൊക്കെ പ്രതിഷേധമിരമ്പിയപ്പോഴും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചപ്പോഴും നാടിന്റെ അനിവാര്യതയായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിട്ടുകൊടുത്ത എത്രയോ മനുഷ്യരാണ് അതിവേഗമുള്ള സഞ്ചാരമെന്ന ആധുനിക കേരളത്തിന്റെ ആവശ്യത്തെ യാഥാർത്ഥ്യമാക്കിയത്. പക്ഷേ കേന്ദ്രാനുമതിക്ക് മുന്നേ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ മേൽ പതിച്ച മഞ്ഞക്കുറ്റി തകർത്തുകളഞ്ഞത് ഒരു സർക്കാരിനോടുള്ള അവന്റെ വിശ്വാസ്യത കൂടിയാണ്. അധികാരത്തിലേറി 3-ാം ദിവസം മുൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി VD സതീശൻ. നല്ലത് തന്നെ. കേരളയിൽ യാഥാർത്ഥ്യമായാൽ ഭൂമി നഷ്ടമാകുമായിരുന്ന മനുഷ്യർക്ക് കോൺഗ്രസ് കൊടുത്ത ഉറപ്പുകൂടിയായിരുന്നു അത്. പക്ഷേ സിൽവർ ലൈൻ പ്രതിഷേധങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഹൈസ്പീഡ് റെയിലാണ്. അടുക്കളയും കുളിമുറിയും കിടപ്പുമുറിയും ഒക്കെ സർവേയുടെ പരിധിയിൽ വരാത്ത ഹൈസ്പീഡ് റെയിലാണോ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നറിയില്ല. ദേശീയപാത വികസനത്തിനായി തുറന്ന ഓഫീസ് പോലും പൂട്ടി സീൽ വെച്ചു പോയവർ എങ്ങനെയാണ് ഹൈസ്പീഡ് റെയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല. അതെന്തു തന്നെ ആയാലും വികസനം എന്നത് വിട്ടുകൊടുക്കുന്നവന്റെ വിശ്വാസ്യത നേടിയായില്ലെങ്കിൽ പിഴുതെറിയും അവർ മഞ്ഞക്കുറ്റിക്കൊപ്പം അത് നാട്ടാൻ വരുന്നവനെ.